ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിശ്ചയം എടുത്തുകൊണ്ട് പോകുന്നത് എന്താണെന്നല്ലേ, ഇതാണ് നട്ട്സ് കൊണ്ടുള്ള ലഡു അല്ലെങ്കിൽ നട്ട്സ് കൊണ്ടുള്ള ഹെൽത്തി ബോൾ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഇത് കൊച്ചു കുട്ടികൾ തൊട്ട് നല്ല പ്രായമായുള്ള ആൾക്കാർക്ക് വരെ കഴിക്കാം. അത്രയ്ക്ക് ന്യൂട്രീഷ്യസും ഹെൽത്തിയുമാണ് ഈ ലഡു. ഇതിൽ നമ്മൾ ഷുഗറോ ജാഗരിയോ ഒന്നും ചേർക്കുന്നില്ല, പ്യുവർ നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് പലർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മുടെ വയറിന് പണി കിട്ടും. അപ്പോൾ ആവശ്യമായ നട്ട്സ് എന്ന് പറയുന്നത് പീനട്ട്, പിസ്ത, ബദാം, പിന്നെ വാൾനട്ട്, പിന്നെ ഇതിൽ വേണ്ട ഐറ്റം മെയിനായിട്ട് ഈന്തപ്പഴമാണ് കേട്ടോ. ഈന്തപ്പഴമാണ് ഇതിൻ്റെ രാജാവ്, കാരണം ഈ ഈന്തപ്പഴമാണ് നമ്മളുടെ ഈ ലഡുവിന് മധുരം കൊടുക്കുന്നത്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ ഒരു ചെറിയ സ്പൂൺ ഗീ ആണ്. ഞാനിവിടെ ഗീ എടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗീ ചൂടായതിന് ശേഷം അതിലേക്ക് തൊലി പൊളിച്ച് കുരു കളഞ്ഞ് വെച്ചേക്കുന്ന ഈന്തപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാറ്റിയാൽ മതി, കാരണം അതൊരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നട്ട്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നട്ട്സിൻ്റെ അളവ് നമ്മൾ ഉണ്ടാക്കുന്ന ഹെൽത്തി ബോളിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. എല്ലാം കുറച്ച് കുറച്ച് മതി. ഇപ്പം ഇതിൽ ഇന്ന നട്ട്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല, ഈന്തപ്പഴം മാത്രം നമുക്ക് മെയിനായിട്ട് വേണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. അപ്പോൾ ഈന്തപ്പഴം ഉണ്ടാക്കി അതേ പാനിൽ തന്നെ നമ്മൾ നട്ട്സും കൂടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ലഡു ശരിയാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ നട്ട്സ് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇടരുത്, നട്ട്സ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി, കാരണം നന്നായിട്ട് അരയ്ക്കരുത്. നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ബദാം, പീനട്ടിനൊക്കെ നല്ല ഓയിലുള്ള നട്ട്സാണ്. അപ്പോൾ അതിൻ്റെ ഓയിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു കനപ്പ് ചുവ വരും. അതുകൊണ്ട് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യരുത്, ജസ്റ്റ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതേപോലെ വരണം, ഒരുപാടിട്ട് അരയ്ക്കരുത്. അപ്പോൾ നന്നായിട്ട് അരച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ആ ഓയിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു കനപ്പ് ചുവയായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ദിവസം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തരിതരിപ്പായിട്ട് അതിനുശേഷം വെള്ളമയം ഒട്ടും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ, കാരണം വെള്ളമയമൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ലഡു ശരിയാവത്തില്ല. അതിൽ പൂപ്പിൽ വരാനും കനയ്ക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഹെൽത്തി ബോൾ ഒരിക്കലും റെഡി ആവാത്തത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇത് മുഴുവൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അതിലേക്ക് ഇടാം. ഞാനിപ്പോൾ എടുത്ത് ഈന്തപ്പഴം കുറച്ച് കുറഞ്ഞു പോയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇതിൽ എല്ലാ നട്ട്സും വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ന്യൂട്രീഷ്യസും കിട്ടും. കാരണം ഓരോരോ നട്ട്സൊക്കെ പെറുക്കി തിന്നിട്ട് പോകാനായിട്ട് നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടായെന്ന് വരില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓരോന്നാക്കി എടുത്ത് കഴിക്കാനായിട്ട് അവർക്കും മടി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നട്ട്സ് ലഡു എന്നും ഹെൽത്തി ബോൾ എന്നും ന്യൂട്രീഷ്യസ് ബോൾ എന്നും അങ്ങനെ പല പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത്. ഞാനിവനെ ഹെൽത്തി ബോൾ എന്ന് വിളിക്കും. നിശ്ചയമാണെങ്കിൽ നട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അവൾക്ക് ആകെ ഇഷ്ടമുള്ളത് കാഷ്യൂ നട്ടാണ്. അതുകൊണ്ട് അവളെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് ഈന്തപ്പഴവും നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന നട്ട്സ് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, അങ്ങനത്തെ സീഡൊക്കെ ആഡ് ചെയ്യാം. ഞാനതൊന്നും എടുത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെ ഈ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, ഈ ഒരു ബോള്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് വലുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഈ നട്ട്സ് എല്ലാം ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും സ്കിന്നിനും ഇത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഉരുട്ടി ബോളാക്കാം. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവാട്ടോ. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ബോളാക്കാം. ഇതിലെ ആ ഈന്തപ്പഴമാണ് ഇതിനെ സ്റ്റിക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബോൾ ഉണ്ടാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു ടിന്നിൽ അടച്ചിട്ട്, ഒരു ചില്ലുകുപ്പിയിൽ വേണം കേട്ടോ അടയ്ക്കാനായിട്ട്. ഒട്ടും വെള്ളമയം പാടില്ല, നല്ല ടൈറ്റായിട്ട് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇത് ഹാർഡൊന്നും ആവത്തില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും
അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡേറ്റ്സ് വാങ്ങുമ്പം മധുരമുള്ള ഡേറ്റ്സ് നോക്കി വാങ്ങുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ആയിട്ട് അറിയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.